ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ വായിക്കാനായിട്ട് എടുത്ത ബുക്കും ബൈബിളും എല്ലാം അതാത് സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വയ്ക്കുവാണ്. തുണി കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതിനൊക്കെ എടുത്ത് വിരിച്ചിടുവാണ്. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ രാവിലെ എടുത്ത് വിരിച്ചിട്ടാൽ വൈകുന്നേരം നമുക്കത് മടക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ രാവിലെ തന്നെ കഴുകി അത് വിരിക്കുവാണ്. കിച്ചണിലോട്ട് വന്ന് കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ അതത് സ്ഥാനങ്ങളിലോട്ട് എടുത്ത് വയ്ക്കുവാണ്. പാത്രങ്ങൾ അടുക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു ടവലിൽ വെള്ളം നനച്ച് അതിൻ്റെ പുറത്തുള്ള കണ്ണാടിയൊക്കെ ഞങ്ങൾ തുടച്ചു. അപ്പോൾ നമുക്ക് ജോലി ചെയ്തതായിട്ട് തോന്നത്തുമില്ല, എന്നാൽ ഒരു ജോലി കഴിഞ്ഞതും ആവും. ഈവനിങ് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടിയല്ല, വല്ലപ്പോഴുമേ ഉണ്ടാവാറുള്ളൂ. രാവിലെ കമ്പൽസറി ആയിട്ട് നമ്മൾ ചായ കുടിക്കും. ഇവിടെ ഹസ്ബൻഡിന് നല്ല കടുപ്പമുള്ള അടിച്ച ചായയാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് കടുപ്പത്തിൽ അടിച്ച് ഒരു ചായ എടുക്കുവാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരം ഉണ്ടായിരുന്നു. പലഹാരം കൂട്ടി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചായ കുടിച്ചു. വൈകുന്നേരമായപ്പോൾ ഹസ്ബൻഡ് വന്ന് പറഞ്ഞു വീട്ടിനടുത്ത് കടലാസ് ചെടി പൂത്ത് നിൽക്കുവാണെന്ന്. അപ്പോൾ അത് കാണാനായിട്ട് ഇറങ്ങിയതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ പൂത്ത് നിൽക്കുന്നത് കാണാൻ. അവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്നത് അറബിയാണേ. അപ്പോൾ അറബിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഈ ചെടി പൂത്ത് നിൽക്കുന്നത്. ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഇവിടുത്തെ എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് വരുന്ന ശബ്ദമൊക്കെ കേൾക്കാറുണ്ട്. ഇവിടെ നിൽക്കുമ്പോഴാണ് പുതിയൊരാളെ കണ്ടേ. നമ്മളിന്നാൾ കണ്ടതുപോലത്തെ പുതിയൊരു അതിഥി. പേടിച്ചിട്ടാന്ന് തോന്നുന്നു, എന്നെ കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു. ഈവനിങ് ആയപ്പോൾ ബ്രോസ്റ്റ് കഴിക്കാൻ കൊതി തോന്നി. അപ്പോൾ നമ്മൾ കടയിലോട്ട് പോവുകയാണേ. അപ്പോൾ ഇവിടുത്തെ നൈറ്റ് വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. നമ്മൾ ബ്രോസ്റ്റ് കടയിലെത്തി കേട്ടോ. ഞാൻ സൗദിയിലെ ഒത്തിരി ഇടങ്ങളിൽ നിന്ന് ബ്രോസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ കടയിലെ ബ്രോസ്റ്റാണ് ഒത്തിരി ഇഷ്ടം. വല്ലപ്പോഴേ നമ്മൾ കഴിക്കാറുള്ളൂ. കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഈ കടയിൽ നിന്ന് ആണ് മേടിക്കാറ് പതിവ്. അപ്പം ഞാൻ കാറിൽ തന്നെ ഇരുന്നു. ഹസ്ബൻഡ് പോയി ബ്രോസ്റ്റ് മേടിക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് പതിയെ പുറത്തിറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ അപ്പുറത്തെ സൈഡിൽ ഒത്തിരി കടലാസ് ചെടികൾ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരണമെന്ന് തോന്നി. ഒന്ന് കണ്ടു നോക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ ബ്രോസ്റ്റൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ബ്രോസ്റ്റ് കഴിക്കുവാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും തുടർന്ന് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.